ഓഗസ്റ്റ് 1-ാം തീയതി ഉച്ച മുതൽ ഓഗസ്റ്റ് 2-ാം തീയതി അർദ്ധരാത്രി വരെയുള്ള സമയത്ത് ഈ പരിപൂർണ ദണ്ഡവിമോചനം നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. അന്നേ ദിവസം നമ്മുടെ ഇടവക ദേവാലയത്തിലോ ഫ്രാൻസിസ്കൻ സഭയുടെ ഏതെങ്കിലും ദേവാലയങ്ങളിലോ പ്രവേശിച്ച് പശ്ചാത്താപത്തോടുകൂടി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പായുടെ നിയോഗത്തിനു വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവേയും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലി കാഴ്ചവെക്കണം എന്നുള്ളതാണ് ഈ ദണ്ഡവിമോചനത്തിന്റെ നിബന്ധനകൾ. അന്നേ ദിവസം കുമ്പസാരിച്ചൊരുങ്ങുവാനോ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനോ സാധിച്ചില്ല എങ്കിലും തുടർന്നുള്ള 8 ദിവസങ്ങൾക്കുള്ളിൽ കുമ്പസാരിച്ചൊരുങ്ങുകയും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയും ചെയ്താൽ മതിയെന്നതാണ് ഈ ദണ്ഡവിമോചനത്തിന് നൽകിയിരിക്കുന്ന മഹത്തായ ഒരു ഇളവ്. ഈ ദണ്ഡവിമോചനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഇത് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പല പ്രാവശ്യം നേടുവാനാകുമെന്ന് തിരുസഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.